വീണ്ടും ഒരു വിഷുക്കാലം എത്തിയിരിക്കുന്നു. ഇത് ഉള്ളന്നൂർ മന. ഉള്ളന്നൂർ മനയിലെ വിഷുക്കാഴ്ചകളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. പടിയിൽ 12000 പറ നെല്ല് എന്ന ഖ്യാതി കേട്ട ഉള്ളന്നൂർ മന തൃശ്ശൂർ ജില്ലയിൽ വെങ്കിടങ്ങിൽ നിലകൊള്ളുന്നു. ഉള്ളന്നൂർ മനയുടെ വിഷുക്കാഴ്ചകളിലേക്ക്. ഉള്ളന്നൂർ മനയിൽ ശ്രീലകത്താണ് കണി ഒരുക്കുന്നത്. മുതിർന്നവർ കുട്ടികളെ കണി കാണിച്ച ശേഷം കൈനീട്ടം കൊടുക്കുന്നു. വിഷു കൈനീട്ടം എന്നത് ശുഭദിനത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒരു സമ്പാദ്യശീലത്തിൻ്റെ തുടക്കവും ഓർമ്മ പുതുക്കലും ആണ്. ശ്രീലകത്ത് കണി കണ്ടു കഴിഞ്ഞാൽ കണിയുരുളിയും അഷ്ടമംഗല്യവും വിളക്കും കൂടി നാലിറയത്തെ പടിഞ്ഞാറേ കോലായിൽ കൊണ്ടുവച്ച് നടുമുറ്റത്ത് കൊടിവെച്ചിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതിയെയും തിരുവുള്ളക്കാവ് ശാസ്താവിനെയും കണി കാണിക്കുന്നു. നടുമുറ്റത്ത് തൃപ്രങ്ങോട്ട് അപ്പനെ സങ്കല്പിച്ച് അമ്മിക്കൊടിയിൽ കൊന്നപ്പൂക്കൾ സമർപ്പിക്കുന്നു. വിഷു ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ മനയിൽ തൊട്ടടുത്തുള്ള അന്തിമഹാകാളൻ കാവിലേക്ക് വാൽക്കണ്ണാടി എഴുന്നള്ളിപ്പ് നടത്തുന്നു. അന്തിമഹാകാളൻ കാവിൻ്റെ മൂലസ്ഥാനവുമായി ഉള്ളന്നൂർ മനയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാലാണ് ഇവിടെ നിന്നും എഴുന്നള്ളിച്ച് കാവിൽ കൊണ്ട് പോകുന്നത്. അന്തിമഹാകാളൻ എന്ന സങ്കല്പം സാമാന്യമായി കേരളത്തിൽ ധാരാളം പ്രചാരത്തിൽ ഉള്ളതല്ലെങ്കിലും ശൈവാഗമ പ്രകാരം ശിവനോ ശിവാംശമുള്ള ഉപദേവനോ ആയാണ് നന്ദിയും മഹാകാളനും കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പറ നിറച്ച് പലതരത്തിലുള്ള മേളത്തോടെയാണ് മനയിൽ നിന്നും കാവിലേക്ക് പുറപ്പെടുന്നത്. മനയിലെ കിരാതമൂർത്തിയുടെ അംശമായി അവിടുത്തെ ആശ്രിതരായ നാട്ടുകാർ അന്തിമഹാകാളനായി ഈ ദേവതയെ പൂജിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേവൻ്റെ പ്രസാദത്താൽ കൃഷിയും തൊഴുത്തിലെ കന്നുകാലികളും സുരക്ഷിതരും അവയുടെ അഭിവൃദ്ധിയും ഉറപ്പാക്കപ്പെടുന്നുവെന്നാണ് പൊതുവായ വിശ്വാസം. മനയുടെ മുറ്റത്ത് പറ നിറച്ച് മേളത്തോടെ വാൽക്കണ്ണാടി അന്തിമഹാകാളൻ കാവിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു കാവ് മാത്രമായിരുന്ന ഇവിടം നിന്ന് പാലയും കരിമ്പനയും ഉള്ളതായി മാറ്റപ്പെട്ടു. ഇവിടെ യക്ഷിയുടെ സാന്നിധ്യവും ഉണ്ടത്രേ. പലതരത്തിലുള്ള മരങ്ങൾ ഒന്നായി കൂടി ചേർന്നതാണ് ഇവിടത്തെ തറ. ഈ കാവിൻ്റെ തറയിൽ അന്തിമഹാകാളനും എതിർവശത്തായി രുദ്രമഹാകാളിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പാലത്തറയിൽ കൈകാൽ മനുഷ്യരൂപങ്ങൾ എല്ലാം വഴിപാടായി ആളുകൾ സമർപ്പിച്ചിരിക്കുന്നു. മനയിൽ നിന്നും കൊണ്ടുവന്ന വാൽക്കണ്ണാടി രുദ്രമഹാകാളിയുടെ പ്രതിഷ്ഠയ്ക്ക് സമീപം വയ്ക്കുന്നു. മനയിൽ നിന്നും രാത്രിയിൽ അരിത്തിരി താലവുമായി വീണ്ടും എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. വട്ടമുടിയാണ് അതിൽ പ്രധാനം. ഇല്ലത്തിൻ്റെ മുറ്റത്ത് വട്ടമുടിയും മേളവും അരിത്താലങ്ങളുമായി സ്ത്രീകളും നിരക്കുന്നു.
അന്തിമഹാകാളൻ കാവിലേക്കാണ് ഇത് പോകുന്നത്. വിഷു ദിവസത്തിൽ വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ചടങ്ങുകൾ മുടക്കം കൂടാതെ നിലനിൽക്കുകയാണ് ഇന്നും ഉള്ളന്നൂർ മനയിൽ.